ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തട്ടിൻ്റെ മുകളിൽ നമ്മുടെ കറ്റാർവാഴയൊക്കെ നിൽക്കണ കണ്ട ആകെ വൃത്തികേടായിട്ടാണ് നിൽക്കണത് കേട്ടോ. ഇതിപ്പോൾ ഞാനൊന്നും ചെയ്യണില്ല കേട്ടോ ഇന്ന്. പിന്നെ നമ്മുടെ ചെടികൾ ബൊഗൈൻവില്ലയ്ക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ പിന്നെ അമ്പലത്തിലൊക്കെ അതായിട്ടുള്ള ഒരു വീഡിയോ കൂടിയിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ മഴയൊക്കെ മാറി കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ചെന്നപ്പോഴാണ് ഈ കാണുന്നത് കറ്റാർവാഴയൊക്കെ ആകെ നാശമായി തുടങ്ങിയിട്ടാണ്. പിന്നെ നമ്മുടെ ബൊഗൈൻവില്ല നമ്മൾ മുറിച്ച് കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് മണ്ണ് ഇളക്കിയിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കയറിയത്. അപ്പോൾ നോക്കിയപ്പോൾ ബൊഗൈൻവില്ല നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. മഴ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന കാരണം കൊണ്ട് നല്ല ഉഷാറിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കട ഞാൻ ഇളക്കി എടുത്തു കിട്ടുക. എല്ലാത്തിൻ്റെയും കട ഇളക്കി. പിന്നെ ഇതിൽ നിറയെ പുല്ലുണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് കളഞ്ഞു. എന്നിട്ട് തുളസിയാണ് കേട്ടോ കൂടുതൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നിരുന്നത്, അതൊക്കെ പറിച്ച് വേറെ നട്ടിട്ടുണ്ട്. പിന്നെ ഇത് ആകെ കട നന്നായി ഇളക്കിയിട്ടാണ് ഉറച്ചിട്ട കിടക്കുന്നുണ്ടായിരുന്ന മണ്ണേ. ഇത്രയും നാൾ വെയിൽ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക പാറ പോലെ ആയിട്ടുണ്ടായിരുന്നു മണ്ണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കിട്ടാം. അപ്പോൾ നമ്മുടെ ഈ തട്ടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അടിച്ചു കൂട്ടിയപ്പോൾ വേണ്ട പൂപ്പൽ കുറേ അധികം അടിച്ചു കൂട്ടിയപ്പോൾ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു മരം നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഇലകൾ വീണിട്ട് അത് കരിയില കമ്പോസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി അത് കൈ കൊണ്ടൊന്ന് വെറുതെ പൊടിച്ചാൽ മതി, അത് കമ്പോസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ആയി കൊടുക്കണം, വെള്ളം നനഞ്ഞിട്ട് വീണ്ടും വീണ്ടും മഴ പെയ്തിട്ടൊക്കെ. അപ്പം നമ്മുടെ ആദ്യത്തെ കൃഷിയുടെ അവശേഷിപ്പുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം നമ്മുടെ തട്ടിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ തക്കാളിയും വഴുതനയും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മണ്ണ് വീണ്ടും വീണ്ടും എന്താ പറയുക കുമ്മായൊക്കെ ഇട്ട് ചാക്കിൽ കെട്ടി വെച്ചതാട്ടോ. ചാക്കൊക്കെ പൊട്ടി. മഴയും വെയിലും മാറി മാറി വരുമ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക് ചാക്കൊക്കെ ഇങ്ങനെ ദ്രവിച്ച പോലെ ആവില്ല, അങ്ങനെ ആയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൊഗൈൻവില്ലയ്ക്ക് നന്നായി കടയൊക്കെ നന്നായി ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് എന്തെങ്കിലും വളം ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിച്ച് നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്ത് വളമാണ് ഇടുക എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ നമ്മുടെ അവിടെ ഈ കരട് മുഴുവൻ കൊഴിയണത്. ഈ കര എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മരമാണത്. പണ്ട് നമ്മൾ കിണറിന് തുടിക്കാലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ മരത്തിൻ്റെ കമ്പാണ് നാട്ടുക. അപ്പോൾ അതിങ്ങനെ അവിടെ മുളച്ച പോലെ ചെടിയായിട്ട് തന്നെ നിൽക്കുമ്പോൾ തുടിക്കാൽ പൊട്ടി വീഴില്ല, അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കായ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊരു ജാതി ജീവി ഉണ്ടാവും. ഈച്ചയാണത്. ആ ഈച്ച അതിൻ്റെ ഉള്ളിൽ നിന്ന് ചില സമയത്ത് ഇതിന് തുളയുണ്ടാക്കിയിട്ട് അത് പോയിട്ടുണ്ടാവും, ചില സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. നമ്മൾ പൊട്ടിക്കുമ്പോഴാവും പറന്നു പോവുക. ഇപ്പം അതിൽ ഇങ്ങനെ ചത്ത പോലെ ആയി കൊടുക്കണം കേട്ടോ. അത് എന്താണെന്നറിയില്ല, ചിലപ്പോൾ വെയിലുദിച്ച കാരണം കൊണ്ടാവും, വെയിലിൻ്റെ ചൂട് കൊണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും കാണാനൊന്നുമില്ല. പിന്നെ നമ്മുടെ 10 മണിയൊക്കെ ഞാൻ പറിച്ച് മാറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വളമാണ് കേട്ടോ ഞാൻ ഇന്ന് ബൊഗൈൻവില്ലയ്ക്ക് ഇട്ട് കൊടുക്കാൻ പോണത്. ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. DAB എന്ന് പറയണതില്ലേ, ഇതും ഉണ്ട്. പിന്നെ പൊട്ടാഷ് എന്ന് പറയണതുണ്ട്. അത് പൊട്ടാഷ് എന്തിനാണ് ഇടുക എന്നുള്ളതൊന്നും അത് ഞാൻ തക്കാളിക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ആദ്യം. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിട്ട്. ഒന്നും അറിയാണ്ട് നമ്മൾ ഇതും വളമൊക്കെ ഇട്ടിട്ട് വെറുതെ ചെടി ഉണക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അറിവില്ലാണ്ട് ഓരോന്ന് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചെടിക്ക് ഇട്ട് കൊടുക്കണ കാണാറുണ്ട് മിക്ക ആൾക്കാർ. അപ്പോൾ ഞാനും ഇത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 5-6 മണി വീതമാണ് കേട്ടോ ഞാൻ ഇട്ട് വെക്കണത്. അതിൻ്റെ അളവ് കൂടുമോ എന്നുള്ളൊരു പേടി. ഇപ്പം ചെടിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്, ഞങ്ങൾ നാശാവണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് മണികൾ ഇങ്ങനെ ചുറ്റും കടക്കിന്ന് നീക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഓരോ മണി കിടക്കുന്നുണ്ടെന്ന് തന്നെയുള്ളൂ. എന്നാലും നോക്കാം നമുക്ക്. ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നല്ല മാറ്റം വരികയാണെങ്കിൽ പിന്നെ നോക്കിയിട്ട് അതുപോലെ ചെയ്യാമല്ലോ, അളവ് കറക്റ്റ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ എല്ലാത്തിനും ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലാത്തിനും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ മുകളിൽ നിൽക്കുന്ന ആ ടാങ്കിൽ നിന്ന് ഞാൻ അപ്പം തന്നെ വെള്ളം മുക്കിയിട്ട്
അതും ഒഴിച്ചു കൊടുത്തു കേട്ടോ. വെള്ളം പുറത്തേക്ക് ഒഴുകി വരാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തില്ല. ഇനിയിപ്പോൾ വളം ഇട്ടത് അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളം ഇങ്ങനെ ആ ചട്ടിയിൽ തന്നെ നിൽക്കാവുന്ന രീതിയിലുള്ളതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഓവറായിട്ട് വേണ്ട വെച്ചിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ട് പൂവ് വരുന്നുണ്ട്. ചെറിയ കളറായിട്ടുള്ള ഒരു ഇല പോലെ കാണാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല വെയിലുള്ള കാലത്തൊക്കെ ആവും ചിലപ്പോൾ ഈ പൂവ് ഉണ്ടായാലോ. അപ്പം നമ്മളിപ്പോൾ ഒന്ന് അതിൻ്റെ കടയൊക്കെ ഒന്ന് വൃത്തിയാക്കി നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അധികം നീണ്ടു നിൽക്കണ അതൊക്കെ ഒന്ന് വെട്ടിയിട്ടാണ് ഞാൻ. എന്നിട്ട് അവിടെ കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറൊരു പാത്രത്തിൽ ഇപ്പോൾ കുഴിച്ച് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം ഞായറാഴ്ച ആയിരുന്നേ. അപ്പം ഞായറാഴ്ച നമ്മൾ അമ്പലത്തിൽ പോയിട്ടാണ്. ഇത് അന്നകര ചെറക്കാവ് അമ്പലമാണ് കേട്ടോ. അപ്പം അവിടേക്ക് കണ്ണൻ്റെ ഒരു വഴിപാട് കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ മോളുടേതായിട്ടുള്ളൊരു വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ ഞങ്ങൾ ഏട്ടനെയും കൊണ്ടുപോകുന്നു കേട്ടോ. ഒറ്റയ്ക്ക് ഏട്ടൻ ഇവിടെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞായറാഴ്ച. അപ്പോൾ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല നമ്മൾ പോയ സ്ഥലത്ത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഏട്ടനാണ് നിർബന്ധിച്ച് കൊണ്ടുപോയി കേട്ടോ കൂടെ. സാധാരണ ഏട്ടൻ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ അവിടെ ഇരിക്കലാണ് പതിവ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വഴിപാടൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടുന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ദോശയൊക്കെ കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇവിടെ നല്ല ഒരു അന്തരീക്ഷമാണ് ഈ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടം. അപ്പോൾ ഇത് ആദ്യം ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നഴ്സറി ഉണ്ട് കേട്ടോ. അവിടുത്തെ കുട്ടികൾ പഠിക്കുന്നത് കണ്ടില്ലേ. അമ്പലം ഒരു പ്രാവശ്യം കൊണ്ട് ഞാനൊന്ന് എടുത്തതാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ. നല്ല തണലുള്ള വഴികൾ, പിന്നെ നല്ല സമാധാനമായിട്ടുള്ള അന്തരീക്ഷം കേട്ടോ. വഴിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴേ നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു വഴികളിൽ കൂടെയൊക്കെ നടക്കുന്ന അത് നാട്ടിൻപുറം തന്നെ കേട്ടോ അത് ശരിക്കും. അപ്പോൾ അങ്ങനെ നല്ല തണലാട്ടോ വഴിയിൽ. അത് കാരണം നടന്നിട്ട് തന്നെ നമ്മൾ പോയത് കേട്ടോ. ഓട്ടോ ഒന്നും പിടിച്ചില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ പറമ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കണ്ട ഈ ഒരു പൂവ് കണ്ട കാണാൻ നല്ല ഭംഗിയുണ്ട്. തീ കത്തി നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് ഫോട്ടോ എടുക്കുമ്പോൾ കണ്ണം പറയാം അത് കിണറാണ് കേട്ടോ, അതിലേക്ക് മറിഞ്ഞു. അപ്പോഴാണ് ഞാൻ നോക്കണത്. പിന്നെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കണ്ടില്ലേ. ഇത് ഒരു ശ്രീരാമസ്വാമിയുടെ അമ്പലമാണ്. നാരോത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നാണ് കേട്ടോ എഴുതി വെക്കുന്നത് അവിടെ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ പോന്നു. വീട്ടിലെത്തിയപ്പോൾ വന്ന വശം ഒരു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം 2 മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ പിന്നെ ചായ ഉണ്ടാക്കിയിട്ട് വേഗം കുടിച്ചിട്ട് പിന്നെ ചോറ് വെക്കാനായിട്ട് വെച്ച്. ഇതിപ്പോൾ ഇവിടെ വെക്കണത് എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് കഴിഞ്ഞു കേട്ടോ. ആദ്യത്തെ പോലെ ഗ്യാസ് പെട്ടെന്ന് വരണില്ല. ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും വരാൻ കുറച്ച് വൈകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഗ്യാസ് കഴിഞ്ഞിട്ട് കുറച്ചായി. അപ്പോൾ പുറത്താണ് കേട്ടോ ഞാനിടയ്ക്ക് ഇഷ്ടം പോലെ വിറക് എടുക്കുന്നുണ്ട്. കല്യാണത്തിൻ്റെ ബാക്കിയുള്ള വിറകും ചകിരിയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓരോ ചകിരിയും വിറകും വെച്ച് കൊടുത്തിട്ട് ചിരട്ടയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കത്തിക്കണത്. അപ്പോൾ വേഗം കത്തി പിടിക്കും. പക്ഷെ ചിരട്ട കത്തിയാൽ പിന്നെ നമുക്ക് അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ചോറാണ്. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ആയിക്കോളും. അരി ഇത്തിരി ഇതുള്ള അരിയാണ്, ആയത്തിലെ വേവുള്ളൂ. അപ്പോൾ പിന്നെ സമാധാനമായിട്ട് ഇരിക്കാം കേട്ടോ. അപ്പോൾ അവിടെ പുറകുവശത്ത് സിമെൻ്റ് ഇട്ടതൊക്കെ കണ്ടാൽ മഴ പെയ്തപ്പോൾ ഇങ്ങനെ ചെറുതായി പൂപ്പലൊക്കെ പിടിച്ചിട്ട് കളറ് പോയിട്ടാ. അതൊക്കെ ഇനി നല്ല വേനൽക്കാലം ആകുമ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് ശരിയാക്കണം. അപ്പം എന്നെ കച്ചറയിൽ കൊടുന്നിട്ട പോലെ തന്നെ ഇവിടെ ഇരിക്കണത് ഞാനാണ് കേട്ടോ. അവിടെ തേങ്ങ പൊളിക്കുന്ന സാധനങ്ങളും പിന്നെ എൻ്റെ കൃഷിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ചകിരിച്ചാക്കൊക്കെ കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ പൂച്ചക്കുട്ടി ഇതാ കണ്ട, ഇവള് ഗർഭിണിയാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരണില്ല. ഇപ്പോൾ അവളിങ്ങനെ മാറി നിൽക്കൂട്ടോ. ഇവരുടെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൾ കഴിക്കുള്ളൂ. അങ്ങനെ കേട്ടാ. അപ്പം അമ്മ ചോറുണ്ണാനായിട്ട് ആ ബേസിൻ പോലത്തെ പാത്രമാണ് കേട്ടോ എടുത്തത്. അപ്പം അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച തിരിഞ്ഞ് കുളിച്ച് വിളക്കൊക്കെ വെച്ചു കേട്ടോ. അപ്പം നമ്മൾ മോള് ഇവിടെ വിളക്ക് വയ്ക്കുമ്പോൾ ഒരു നല്ല ഭംഗിയിലൊക്കെ ഇങ്ങനെ മാല കിട്ടും കേട്ടോ. കുറച്ച്
തുളസി, പിന്നെ നമ്മുടെ നന്ദിയാർ വട്ടത്തിൻ്റെ പൂവ്, അത് പിന്നെ തെച്ചിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ മാറി മാറിയിട്ട് 3 കളറിലൊക്കെ അവൾ മാല കെട്ടിയിട്ട് ഇടാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം പൂവ് കുറവാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് ചെമ്പരത്തിയാണ് കുറച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മാല ഉണ്ടാക്കിയതാണ് കേട്ടോ, വലിയ ചെമ്പരത്തിയായ കാരണേ. അപ്പോൾ അങ്ങനെ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ നടക്കാനൊക്കെ പോയി വന്നപ്പോൾ ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചായക്ക് പഴം വറുത്തതുണ്ടായിരുന്നു, മിച്ചറ് കണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ വാങ്ങിയതാട്ടോ മിച്ചറ്. അപ്പോൾ അങ്ങനെ ചായ കുടിച്ചിട്ട്, ചായയിൽ ഞാൻ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഏലക്കായൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചീത്ത കേൾക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ കുഴപ്പമില്ലാണ്ട് എല്ലാവരും കുടിച്ചു കിട്ടുക. എനിക്കിഷ്ടം അങ്ങനെ ചായ ഉണ്ടാക്കണം. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇവർക്ക് അത്ര താല്പര്യമില്ലാത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ ഏട്ടൻ കടലക്കൂട്ടാനാണ് കേട്ടോ എടുത്തത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സന്ധ്യയാകുമ്പോൾ കണ്ടില്ലേ അവളിരിക്കണ കണ്ട, രാത്രി ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണതാണ് കേട്ടോ. ഈ നമ്മുടെ തക്കുമോനാണ് കേട്ടോ, പെൺകുട്ടിയല്ല. നമ്മളിരിക്കണതിൻ്റെ താഴെ വന്നിട്ട് താഴത്തെ പടിയുമ്പോൾ അവരിയ്ക്കും. അങ്ങനെയാണ്, ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും കേട്ടോ. അപ്പോൾ അവ ഇരിക്കണ സമാധാനമായിട്ട്, എന്തൊരു സമാധാനമായിട്ട് അവ ഇരിക്കണത്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കും. പിന്നെ ചില നേരത്ത് തന്നെ മേല് കയറണ പോലെയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുക, അടിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഏട്ടൻ ഒരു കൊട്ടൊക്കെ കൊടുക്കും. ഇപ്പം അനങ്ങാതെ ഇരിക്കണ കാരണം കൊണ്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കാട്ടാമ്പോ പള്ളിയിലെ പെരുന്നാളും കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം മോളുടെ വിരുന്നിൻ്റെ അന്ന് നവംബർ 3-നായിരുന്നു പെരുന്നാൾ. അപ്പോൾ വിരുന്നിന് ഞങ്ങളവിടെ ഹോളിൽ നിൽക്കുമ്പോഴാണ് പെരുന്നാൾ പോകണ്ടായിരുന്നത് കേട്ടോ, നിശ്ചയത്തിൻ്റെ അന്ന്. അപ്പോൾ ഈ പെരുന്നാൾ രാത്രി ഇങ്ങനെ കൊട്ട് കേട്ടപ്പോൾ ഏട്ട ആദ്യം പോയി കേട്ടോ. അപ്പോൾ ആദ്യം ഏട്ടൻ പോണില്ല, പോവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാട്ടോ. എന്നിട്ട് ഏട്ടൻ പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഞങ്ങൾ അറിഞ്ഞും കൂടി ഇല്ല ഏട്ടൻ പോയത്. അപ്പം ഞങ്ങൾ പിന്നാലെ പോയി കേട്ടോ. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഒരാന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരാനയുണ്ടായിരുന്നു, പേര് അറിയില്ല കേട്ടോ ആനയുടെ. പിന്നെന്താണ്, ചെണ്ടമേളം ഉണ്ടായിരുന്നു, ബാൻഡ് മേളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒരു പാട്ടൊക്കെ പാടുന്നവരെ നിന്നു കേട്ടോ. അപ്പോൾ ചെണ്ടമേളത്തിൽ ഏട്ടൻ്റെ സുഹൃത്താണ് കേട്ടോ അതിൽ ഉള്ളത്. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു. അങ്ങനെ ചെറിയൊരു ഇത് കേട്ടോ, കുറച്ച് ആളുകളുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഇവിടെ ആളുകളില്ലാത്തതെന്നാണ് തോന്നുന്നത്. ഞാനും കണ്ണനാണ് ഞങ്ങളുടെ ഈ താഴത്തെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ. അപ്പം അങ്ങനെ പെരുന്നാളൊക്കെ കണ്ടു. ഒരു ഞായറാഴ്ച നമ്മളെന്താ പറയുക, ഒരു നല്ലൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ട് അമ്പലത്തിലൊക്കെ പോയി വന്ന കാരണം ഞങ്ങൾ പെരുന്നാളൊക്കെ കണ്ടു വരുമ്പോൾ കണ്ടില്ലേ, ഇവർ കസാരയിൽ കയറിയിട്ട് ചേട്ടൻ്റെ അനിയത്തിയും കിടന്നുറങ്ങണതാട്ടോ. അവളെന്നെ കെട്ടി പിടിച്ച് ഇറുക്കിയിട്ട് അവൾക്ക് ഉറങ്ങാനും കൂടിയും പറ്റണില്ല. അങ്ങനെ കിടന്നുറങ്ങാട്ടോ രണ്ടാളും കൂടിയിട്ട്. 2 പെൺകുട്ടിയും ഒരാൺകുട്ടിയും ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് നായ പിടിച്ചതാട്ടാ. അപ്പോൾ ഇവർ രണ്ടാളാണ് ഇപ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങണതൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബായ്.